സ്റ്റുഡിയോ. ഭയങ്കര കളർ വീഡിയോ ഒന്നുമല്ല കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ചിക്കൻ, ഒരു ഹോൾ ചിക്കൻ നമ്മളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ വെട്ടുക നോക്കാം. ഇത് ചിലപ്പോൾ കൈ കിട്ടുമ്പോൾ നമ്മൾ അന്താളിച്ചിരിക്കുന്ന സമയങ്ങളുണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാം. ചിക്കൻ നമ്മളിങ്ങനെ മറിച്ചിട്ടിട്ടുണ്ടല്ലോ, അതിന് നടുമ്പുറത്ത് നോക്കിയിട്ട് നടുക്ക് ഒരു വട്ടം കൊടുക്കുക, കാലിൻ്റെ മേൽഭാഗത്ത്. എന്നിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പോർഷനില്ലേ അത് വലിച്ചെടുക്കാൻ നമുക്ക് നല്ല സുഖമായിരിക്കും. അതിപ്പോൾ ഒരു അടുത്തൊട്ടടുത്തൊരു പാത്രത്തിലേക്ക് നമുക്ക് നീക്കി വെക്കാം. ഇനി നമുക്ക് 2 കൈയിൻ്റെ ഭാഗമുണ്ട്. ആ കൈയിൻ്റെ ഭാഗങ്ങളുണ്ടല്ലോ ഉണ്ടോ, ആ ഒരു സൈഡിൽ നമുക്ക് 2 സെക്ഷൻ ഉണ്ട് കട്ട് ചെയ്ത് കളയാൻ ഈസി ആയിട്ടുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പം നമുക്ക് ആ ഒരു പോർഷനും കൂടി നമുക്ക് കയ്യിലേക്ക് കിട്ടുകയാണ്. പക്ഷേ അത് കഴിയുമ്പോൾ ആ കൈയിൻ്റെ അവിടെ ഉണ്ടല്ലോ ഒരു എല്ലുണ്ട്, ആ എല്ല് കട്ട് ചെയ്യാൻ ഒരു ഇച്ചിരി ഡിഫിക്കൽട്ടിയാണ്. അത് നല്ല കത്തിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് പറ്റും. പിന്നെ ഇത്തിരി എനർജി വേണം കേട്ടോ. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ നമ്മൾ ഒരു ഇച്ചിരി സെക്കൻഡ് ഹാൻഡ് കൊണ്ട് ഒരു പ്രഷർ ചെയ്തിട്ട് അത് ഡിവൈഡ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ അത് ആ കഴുത്തിൻ്റെ ഒരു ഭാഗം വരുന്നത്, നെക്ക് പീസ് വരുന്നതിൻ്റെ ആ സൈഡിൽ കണ്ടില്ല ഒരു എല്ലുണ്ട്, അവിടെയാണ് നമ്മളത് കട്ട് ചെയ്യാൻ വേണ്ടി ഇതാക്കേണ്ടത്. കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നോക്കിയേ, ഞാനത് എല്ലിൻ്റെ മേലെ വെച്ചിട്ടാണ് ആദ്യം മുറിച്ച് ചെയ്തിട്ടോ, അതുകൊണ്ടാണ് അത് കട്ട് ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ടി ആയത്. പിന്നെയാണ് റിയലൈസ് ചെയ്തത് അതിൻ്റെ ഇപ്പുറത്തൊരു പോർഷൻ ഉണ്ടല്ലോ എന്ന്. അത് കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും മെല്ലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പം മേക്ക് ഷുവർ ചെയ്യുക നമ്മളെ കത്തി എപ്പോഴും നല്ല മൂർച്ചുള്ള കത്തി ആയിരിക്കണം. അപ്പം ഒരു കട്ടിംഗ് ബോർഡ് മസ്റ്റായിട്ട് വേണം, കാരണം വേറെ നിലത്ത് വെച്ച് വെട്ടി കഴിഞ്ഞാൽ കിട്ടില്ലല്ലോ വൃത്തിയായിട്ട്. ഇതാണ് നമ്മളെ കൈ വന്നപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മളെ കൈ വന്നതിൻ്റെ അവസ്ഥ. ഓക്കെ, നമുക്ക് ചിറക് മാറ്റി വെക്കാം. പിന്നെ ഉള്ളത് നമ്മളെ ബ്രസ്റ്റ് പീസാണ്. ബ്രസ്റ്റ് പീസ് നമ്മൾ അത് മിക്കവാറും നമുക്ക് വെട്ടാൻ ഈസി ആയിരിക്കും, അധികം കട്ടിയില്ലാത്ത എല്ലാമാണ് ആ ഭാഗത്തുള്ളത്. അപ്പോൾ നമുക്ക് നടുക്ക് കൂടി ഒരു വെട്ട് കൊടുക്കാം. ഓക്കെ, നടുക്കൂടെ വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തേക്കുള്ള ബോൺസൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ടെൻഡനായിട്ടുള്ള ബോൺസാണ്. അപ്പോൾ അതും കട്ട് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ 2 പോർഷനായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാതെ, സാധാരണ മിക്കവാറും നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പീസൊക്കെ ആയിരിക്കും വെളിയിലൊക്കെയുള്ള ആൾക്കാർ മേടിക്കാൻ കിട്ടുക. പക്ഷെ ഇപ്പോൾ നമ്മൾ ഒരുപാട് ഹോൾ ചിക്കൻ്റെ റെസിപ്പീസ് ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പം പിന്നെ നമ്മൾ ചിറക് എന്നല്ലേ പറയും നമ്മൾ, ചിറക് എന്തെങ്കിലും ആട്ടെ, ആ സാധനം കട്ട് ചെയ്യാൻ നല്ല ഈസിയാണ്. അതിൻ്റെ സൈഡിലൊരു എണുക്കുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ആ ഒരു പോർഷൻ കണ്ടില്ലേ, അവിടെ വെച്ചിട്ട് ഒരു തിക്കായിട്ടുള്ളൊരു പ്രസ് കൊടുത്താൽ മതി ഉണ്ടല്ലേ. അവിടെ അതും കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് നമ്മളെ ആ ചിറകിൻ്റെ എൻ്റെ വാരിയിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ വാരിയിൽ എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗമാണ് ഇനി നമുക്കുള്ളത്. ആ ഭാഗം ചില ആൾക്കാരെടുക്കും, ചില ആൾക്കാരെടുക്കില്ല കേട്ടോ. നമുക്ക് ലാസ്റ്റ് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. ഇങ്ങനെ കഴുത്ത് ഇഷ്ടമുള്ളൊരു കഴുത്തൊക്കെ അങ്ങനെ ഭാഗങ്ങളൊക്കെ വെട്ടിയെടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ സൈഡിലേക്ക് മാറ്റി വെക്കാം. ലാസ്റ്റ് ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ, അത് വെട്ടിയെടുക്കാൻ റീസുണ്ട്. അപ്പോൾ അടുത്ത നമുക്ക് നമ്മളെ കാലിൻ്റെ പീസ് എടുക്കാം. കാലിനാണെങ്കിലും അവിടെ ഒരു 2 ഇങ്ങനെ കാല് നമ്മളിങ്ങനെ വളയ്ക്കുമ്പോഴത്തേക്കിനും അവിടെ ഉണ്ടല്ലോ ഒരു ബോണില്ലേ, ആ ബോണിൻ്റെ അവിടെ നിന്ന് കാലും കൊണ്ട് വിടും. അപ്പോൾ പിന്നെ അവിടെ ഇറച്ചി മാത്രമേ ഉണ്ടാവുള്ളൂ, കട്ട് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ അവിടെ ഒരു കട്ട് ചെയ്ത് ചെയ്യാം. പിന്നെ നടുക്ക് കൂടി ചിക്കൻ ഒരു കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാലിൻ്റെ ഫുള്ളായിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. പിന്നെ നമുക്കുള്ളത് നമ്മളെ തൈസിൻ്റെ സ്ഥലമാണ്. തൈസിൻ്റെ അവിടെ ഒരു ബോണേ ഉള്ളൂ. ആ ബോണ് ഒറ്റ വെട്ടിന് മുറിയുന്ന ബോണാണ് കേട്ടോ, നല്ല കത്തിയാണെങ്കിൽ. അതും കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതേപോലെ തന്നെ അപ്പുറത്തെ വശം നമുക്ക് എടുക്കാം. നടുക്ക് കൂടി ഒരു കട്ട് ചെയ്ത് കൊടുക്കുക. വീണ്ടും നടുക്ക് കൂടി പക്ഷേ കട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ കറക്റ്റ് മേക്ക് ഷുവർ ചെയ്യണം. അത് അതിൻ്റെ ആ ബോൺ ഡിവൈഡ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്, ജോയിൻസ് ഉണ്ട്. ആ ജോയിൻസ് തന്നെ കട്ട് ചെയ്യാൻ ഉറപ്പ് വേണ്ടോ, അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിരിക്കും മുറിക്കാനേ. അപ്പം നമുക്ക് വേറൊരു പോർഷനും കൂടി ഇടുന്നുണ്ട്. ഈ പോർഷനിലൊന്നും അധികം ഇറച്ചിയില്ല. പക്ഷെ നമുക്ക് ഈ കല്യാണ വീട്ടിലൊക്കെ ഞാൻ പണ്ട് പോകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നമുക്കിങ്ങനെ ബിരിയാണീൻ്റെ കൂടെയൊക്കെ കിട്ടുമായിരുന്നു ഈ പോർഷൻ. ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ എനിക്ക് കിട്ടിയത് വാരിയല്ലാണേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയത് ഈ എല്ലാം എന്ന് പറയുമ്പോൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആവുമായിരുന്നു. അപ്പോൾ നമുക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, അതിനെ 2 സൈഡ് നമുക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ വെർട്ടിബ്ര ഉണ്ടല്ലോ, ആ പോർഷൻ മാത്രമായിട്ട് നമ്മളെടുത്ത്, അപ്പോൾ കഴിക്കുമ്പോഴാണെങ്കിൽ നമുക്കിതൊരു ഡിസ്റ്റർബ്ഡ് ആവില്ല. ബാക്കിയുള്ള പീസ് മാത്രം നമുക്ക് എടുത്താൽ മതി. ഇനി അതിനെ 2 സൈഡിൻ്റെ നടുക്ക് കൂടി ഓരോ വെട്ടിയിട്ട് അതിനെയും കൂടി ഓരോ കഷ്ണാക്കുക. ഓക്കെ, അപ്പോൾ അതുമായ ഇനി നമുക്ക് ബാക്കിയുള്ള ആരറിയോ, നമ്മളെ ബ്രസ്റ്റ് പീസാണ്. അപ്പോൾ നമുക്കൊരു ബ്രസ്റ്റ് പീസ് എടുക്കാം. ബ്രസ്റ്റ് പീസ് എടുക്കുമ്പോൾ ആദ്യത്തെ ഞാൻ പറഞ്ഞില്ല ടെൻഡൻ ഉള്ളതുകൊണ്ട് അവിടെ കട്ട് ചെയ്യാൻ നല്ല സുഖമാണ്. അപ്പോൾ ആദ്യത്തെ 2 സ്ഥലം നമുക്ക് ഈസി ആയിട്ട് തിന്നായിട്ടുള്ള ബോണായതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുക്കാം. പിന്നെ ഉള്ളത് നമ്മളെ ബ്രസ്റ്റ് പീസിൻ്റെ 2 കഷ്ണങ്ങൾ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇറച്ചീൻ്റെ ഭാഗത്തുള്ളതും പിന്നെ ബോണിൻ്റെ ഭാഗത്തുള്ളതും. അപ്പോൾ അതിനെയും ആ ബോൺ ഭാഗം നമുക്ക് അവിടെ അധികം കട്ടിയില്ലാത്ത ബോണായതുകൊണ്ട് ഈസി ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നമുക്ക് വേണ്ട പീസിൻ്റെ വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ മീറ്റ് നമ്മൾ ഈസിയാണല്ലോ കട്ട് ചെയ്യാൻ. അത് ചകചകാന്ന് പറഞ്ഞ് 4-5 കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്ത് അതും കൂടെ സെറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് ഒരു ബ്രസ്റ്റ് പീസും കൂടി ഉണ്ടേ. ആ ബ്രസ്റ്റ് പീസും കൂടെ നമ്മളെടുത്ത് സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്നു, എടുക്കുന്നു. 2 സൈഡ് അതേപോലെ കട്ട് ചെയ്യുന്നു.
ബാക്കിയുള്ള പീസ് കത്തി നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നു, ഡിവൈഡ് ചെയ്യുന്നു, മീറ്റ് പാർട്ട് മാറ്റി വെക്കുന്നു. ഇനി നമ്മൾ ബോണിൻ്റെ സൈഡ് കൂടി കണ്ടോ ആ ഭാഗം കണ്ടില്ലേ, ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ വേണം വെട്ടാം കേട്ടോ, നമ്മളെ കൺവീനിയൻസ് പോലെ നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ അതാണ് നമ്മൾ നടുക്ക് കൂടി ഒരു വെട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത്ര സൈസിൽ ആ പീസസ് ആക്കി എടുക്കാം. ഓക്കെ, പണ്ട് ഞാൻ വെട്ടുമ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എപ്പോഴും ഞാനുണ്ടല്ലോ എല്ലാം ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും അല്ലോടെ വെട്ടുക, നമുക്ക് എങ്ങനെയാണോ ഈസി. പക്ഷേ ഈ ഒരു മെത്തേഡ് കൂടെ നമ്മൾ വെട്ടുമ്പോൾ പരിപാടി ഈസിയാണ്. ഭയങ്കര നമ്മൾ പ്രൊഫഷണലി വെട്ടുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. പിന്നെ നമ്മളെ മീറ്റ് പാട്ട് താണ്ടേ നേരത്തെ പറഞ്ഞ പോലെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. നമ്മളെ കറിക്കാണെങ്കിലും ഞാനിപ്പോൾ വെട്ടിയതുണ്ടല്ലോ, ആദ്യം വിചാരിച്ചു കറിക്കാക്കാന്ന്, പിന്നെയാണ് ഒരു ബിരിയാണി എന്നുള്ളൊരു മെത്തേഡ് ഒരു ഇത് മനസ്സിലേക്ക് പോയത്. പിന്നെ വിചാരിച്ചു ഓക്കെ ചെറിയ കഷ്ണമായി പോയി സാറില്ല, പക്ഷെ ഇതുകൊണ്ട് നമ്മൾ ബിരിയാണി ആയിട്ടാണ് വെച്ചത്. ഇനി ലാസ്റ്റ് പീസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ, നമ്മളെ കഴുത്തിനോട് ചേർന്നിട്ടുള്ള ഒരു പോർഷനില്ലേ നെക്കിൻ്റെ, ആ പോർഷൻ നമുക്ക് എടുക്കാം. അതിന് മുമ്പ് ഞങ്ങൾക്കുണ്ടല്ലോ നമ്മളെ ചിക്കൻ്റെ വെട്ടി വെച്ച ചിക്കൻ്റെ വലിപ്പം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മളെ ചിക്കൻ്റെ വലിപ്പം. ചിക്കൻ്റെ വലിപ്പത്തിൽ നമ്മളെ കാലിനൊക്കെ ഒത്തിരി വലിപ്പം കൂടുതലുണ്ട്, കാരണം വെച്ചാൽ വലിയ ചിക്കനായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കറിക്ക് വേണമെങ്കിൽ കറിക്കായിട്ട് എടുക്കാം. ഇനി താല്പര്യമുള്ളവർ നിങ്ങൾക്ക് കാല് വീണ്ടും ഒന്നുകൂടി വെട്ടണമെന്നുണ്ടെങ്കിൽ വെട്ടാം കേട്ടോ. തൈസിൻ്റെ അവിടുത്തെ ആ പീസ് ഇത്തിരി വലിപ്പം കൂടുതലുണ്ട്, വെട്ടേണ്ടവർക്ക് വെട്ടാം. ഞാൻ വെട്ടണില്ല എന്തായാലും, വെട്ടേണ്ടവർക്ക് വെട്ടാം. നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടോ. ഈ പോർഷനിൽ ഒന്നും തിന്നാനില്ല, ഇതിലൊന്നും യൂസ്ഫുൾ അല്ല, നമുക്ക് ത്രോ ചെയ്യാം. പിന്നെ ഇതിൻ്റെ സംഭവം വന്നില്ലേ, ഇത് വന്നപ്പോൾ നമുക്ക് നെക്ക് സെൻറ്ററിൽ വെച്ചിട്ട്, നെക്ക് ഇഷ്ടമുള്ളവരുണ്ട് ഇവിടെ, അപ്പോൾ നെക്ക് നമുക്ക് സെൻറ്ററിൽ വെച്ച് നെക്കിന് വെട്ടുകൊടുക്കുക. പിന്നെ അതാണ്ട് ആ പീസ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ആ മാറ്റി വെച്ച പീസിൻ്റെ അതേ അവസ്ഥയാണ് അവിടെയും വരുന്നത്. സെൻറ്ററിൽ കൂടി അതിന് ഒരു ഒരു എണുക്ക് പോലത്തെ സ്ഥലമുണ്ട്, അവിടെ ആ ബോൺ സോഫ്റ്റാണ്. അത് നേരെ കട്ട് ചെയ്യുക, ഒറ്റ വെട്ടുക. വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ അതിൽ ഇനഫായിട്ടുള്ള മീറ്റ് ഉണ്ട്, നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ എൻ്റെ ഇപ്പുറത്ത് അതേപോലത്തെ സ്ഥലം കണ്ടില്ലേ, അവിടെ വെച്ച് കത്തിച്ച് വീണ്ടും ഒരു വെട്ടം കൂടി കൊടുക്കുക. ഓക്കെ, പരിപാടി കഴിഞ്ഞ്. പിന്നെ അടുത്തത് ഇതിൻ്റെ നടുഭാഗം ഉണ്ടോ, നടുഭാഗത്ത് നമുക്ക് കുറച്ച് ഇറച്ചിയുണ്ട്, അതും നമുക്ക് എല്ലാം യൂട്ടിലൈസ് ചെയ്യണ്ടേ. അത് സെൻറ്ററിൽ വെച്ച് ആ ഇറച്ചീൻ്റെ ഭാഗത്ത് നമുക്ക് വെട്ടിക്കളഞ്ഞു. പിന്നെ അതാണ്ട് അത് കണ്ടോ ഫുൾ മീറ്റാണത്, അതും കിട്ടി. നമുക്ക് ആകെ വേസ്റ്റേജ് വന്നിട്ടുള്ളത് ഈ ഒരു 2 കഷ്ണങ്ങൾ മാത്രമേ എല്ലാമാണ്. ഓക്കെ.